ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് 7 days എങ്ങനായിരിക്കും, എന്തെങ്കിലും പർട്ടിക്കുലർ ഗൈഡൻസ് ഉണ്ടോ, ഓക്കെ, നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 7 days ആണ് സ്പിരിറ്റ് നമുക്കറിയേണ്ടത്. നെക്സ്റ്റ് 7 days ഇതുവല്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു. അപ്പം നെക്സ്റ്റ് 7 days നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് 7 days ചാടി പോവാണല്ലോ. നെക്സ്റ്റ് 7 days എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം സ്പിരിറ്റ്? താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഇതെന്താണ് നെക്സ്റ്റ് 7 days ഭയങ്കര ഹ്യൂജ് എനർജീസ് ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല സ്പിരിറ്റ്. ഓൾറൈറ്റ്, ഓക്കെ. നെക്സ്റ്റ് 7 days നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, എന്ത് ഗൈഡൻസ് ആണ് നോക്കാം. സെലിബ്രേഷൻ, ഓക്കെ. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് 7 days ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും കല്യാണത്തിന് പോവും, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻസ് പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാരേജ് തന്നെ ആവണമെന്നില്ല, ചില എൻഗേജ്മെൻറ്റ്സ് ആവാം. എന്തെങ്കിലും ടൈപ്പ് ഓഫ് സെലിബ്രേഷൻ നെക്സ്റ്റ് 7 days നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ്. ഈവൻ ഒരു പാല് കാച്ച് വേണമെങ്കിലും ആവാം, ഏതെങ്കിലും ഷോപ്പ് ഓപ്പണിങ്, ഓക്കെ. ഓൾറൈറ്റ്, നെക്സ്റ്റ് ഗൈഡൻസ്. ഗൈഡൻസ് എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് വന്നിരിക്കുന്ന ഗൈഡൻസ് വേറെ ഒന്നുമല്ല. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അത് എപ്പോഴും നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്. കാരണം 4 of Cups പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 of Cups ഇതേ ഓർഡറിൽ തന്നെയാണ്. 3 of Cups കഴിഞ്ഞിട്ട് വരുന്നൊരു എനർജിയാണ് 4 of Cups. 4 of Cups വരുമ്പോൾ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ മൊത്തം ചിന്തയും നോട്ടവും എല്ലാം ഈ 3 of Cups വിച്ച് ഈസ് ഓൾറെഡി നമ്മുടെ എക്സ്പീരിയൻസ് സംഭവമാണ്, ഓക്കെ. അപ്പം അതിലെന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ നമുക്ക് വിഷമമുള്ള സിറ്റുവേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് വേണ്ടുന്ന, അതായത് നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടുന്ന അല്ലെങ്കിൽ അടുത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ്. എനിക്ക് എപ്പോഴും 4 of Cupsലെ ഈ ഏജ് ഓഫ് കപ്സ് ഈ കപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഏജ് ഓഫ് കപ്സിൻ്റെ എനർജി തന്നെ ന്യൂ എനർജിയാണ്. 2, 3, 4 നമ്പർ എനിക്കറിയില്ല നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുമല്ലോ. 2, 3, 4 നമ്പർ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇമോഷണൽ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയാൻ ഈസിയാണെന്ന് എനിക്കറിയാം. ഇമോഷണൽ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ മൂവ് ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളിപ്പം ആ ഇമോഷണൽ സിറ്റുവേഷനിൽ തന്നെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നമുക്കും ഗുണമില്ല, ഈ പറഞ്ഞ പോലെ വേറെ ആർക്കും ഗുണം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആ യൂണിവേഴ്സ് തരുന്ന അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സൽ എനർജീസ് തരുന്ന ആ ഒരു ഹീലിംഗ് എനർജി അക്സെപ്റ്റ് ചെയ്ത്, ഓക്കെ, ഇമോഷണലി ഹാപ്പി ആവാനായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റും, ഓക്കെ. എനിക്കറിയില്ല, നിങ്ങൾക്ക് പലർക്കും ഈ പറഞ്ഞ പോലെ ഇവിടെ സ്ട്രെങ്ത് കാർഡ് വരുമ്പോൾ പലരും ഈ പറഞ്ഞ പോലെ കുറച്ച് ഇമോഷണൽ സിറ്റുവേഷനിലൂടെ നെക്സ്റ്റ് 7 days പോകും എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് കാണുന്നൊരു എനർജി. എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇമോഷണൽ സിറ്റുവേഷൻ അതിലൂടെ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്ട്രെങ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും വേണ്ടുന്നൊരു കാര്യമാണ് സ്ട്രെങ്ത്ത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പം ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു, ഓക്കെ, അത് കിട്ടിയില്ല, നമുക്കറിയാം അതൊരു പിന്നെ ഒരു സൈക്കിളായിട്ട് മാറുകയാണ്. ഇൻഫൈനൈറ്റ് സൈക്കിൾ പോലെ 8 നമ്പർ, അതുപോലെ ഇൻഫിനിറ്റി സൈൻ, അതുപോലെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കരുത്, ഓക്കെ. ഞാൻ പറയാം, ഇപ്പോൾ ഇമോഷണൽ സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമ്മൾ ആ സൈക്കിളിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ, സൈക്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ റീഡിങ് ഞാൻ എന്തായാലും ചെയ്യുക. കാരണം ഒരുപാട് സൈക്കിൾസിൻ്റെ എനർജി ഇതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്സ് വിൽ ബി ഓൺ പോയിൻ്റ് ആയിരിക്കും, ഓക്കെ. നിങ്ങൾ എന്താണോ ഇൻറ്റ്യൂട്ടീവിൽ നിങ്ങൾക്ക് കിട്ടുന്നത്, എന്ത് ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത്, അതൊക്കെ ഓൺ പോയിൻ്റ് ആയിരിക്കും. പിന്നെ ചില സിറ്റുവേഷനിൽ, ഓക്കെ, ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം ചില സമയത്ത് നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും നമ്മുടെ മൗനം, ഓക്കെ, അവിടെ നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ്. കാരണം ചില സമയത്ത് നമ്മുടെ സംസാരത്തിന് കൊടുക്കുന്നതിന് ഇമ്പോർട്ടൻസിനെക്കാളും മറ്റുള്ളവർക്ക് മനസ്സിലാവുക നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴാണ്. അപ്പോൾ അവർ വിചാരിക്കും, ഇതെന്ത് ഒന്നും റിയാക്ട് ചെയ്യാത്ത, റെസ്പോണ്ട് ചെയ്യാത്ത, ആ ഒരു റെസ്പോൺസ് ഇല്ലാത്ത എന്താണെന്ന് തോന്നും, ഓക്കെ. അപ്പം ഇവിടെ ഞാൻ പറയുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ 2, 3, 4 ഇതിനകത്തും ഉണ്ട് കേട്ടോ. 2, 3 and 4, 3 ഉണ്ട് ഇവിടെ, ഓക്കെ. 2, 3, 4 നമ്പർ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ നിങ്ങളുടെ 2, 3, 4 നമ്പർ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും.
ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടാണ്, മൈൻഡാണോ ഇൻറ്റ്യൂഷനാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു 7 ഡേയ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് യെസ് ഇതെൻ്റെ ഇൻറ്റ്യൂഷൻ തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഈ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 7 ഡേയ്സിനകത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് എനർജി വൈസ് കാണുന്നത്. എന്തെങ്കിലും പർട്ടിക്കുലർലി ഉണ്ടോ സ്പിരിറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് 7 ഡേയ്സ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പർട്ടിക്കുലർ ഉണ്ടോ സിറ്റുവേഷൻ? നെക്സ്റ്റ് 7 ഡേയ്സ് ചാടി വീഴുന്ന കാഴ്ച ഞാൻ എടുക്കുക. ഇതിനകത്ത് എനിക്ക് ചാടി വീഴുന്ന കാഴ്ച എടുക്കാനാണ് ഇഷ്ടം. പ്ലഷർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട്, സെലിബ്രേഷൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്ലഷർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട് നെക്സ്റ്റ് 7 ഡേയ്സിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് ഇതിനകത്തുനിന്നൊരു 3 കാർഡ്സ് എടുക്കാം. സ്പിരിറ്റ് എനിക്ക് ഓക്കെ മതി സ്പിരിറ്റ് എനിക്ക്. 3 ഒന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ചാടി കയറിയാണ് വന്നിരിക്കുന്നത്. ബ്രോക്കൺ ബ്രിഡ്ജ്, അൺസക്സസ്ഫുൾ ഔട്ട്കം ടു എ പ്രോബ്ലം. അതാണ് ഇമോഷണൽ സിറ്റുവേഷൻ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഇമോഷണൽ സിറ്റുവേഷനിലൂടെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്കം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഔട്ട്കം ആവണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്താണോ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം വരുന്നത് അതിൽ നിന്ന് നമ്മൾ എന്തായാലും മൂവ് ഓൺ ചെയ്യണം. മൂവ് ഓൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്തായിരുന്നാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ എല്ലാം സൂപ്പർബായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ചില ഈ പറഞ്ഞ പോലെ ഇവിടെ തന്നെ ബ്രോക്കൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത വഴിയിലേക്ക് പോകാനുള്ള ഇവിടെ ഒരു തടസ്സം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ തടസ്സം ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ വഴികൾ നമുക്ക് ദൈവം തുറന്നു തരും. മനസ്സിലായി? ഈ ബ്രിഡ്ജ് മേ ബി ഇതിനപ്പുറം കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല തരുന്നത്. നമുക്ക് ഇപ്പം ചിലപ്പം ഈ ഇമോഷണലി നമുക്ക് ശരിയാവില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു, അതിന് വേണ്ടത് നടന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ജോബ് ആഗ്രഹിച്ചു അത് കിട്ടിയില്ല, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഈ 7 ഡേയ്സിനകത്ത് ഒരു ഔട്ട്കം കുറച്ച് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിപ്പം നിങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്കാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കറിയാം ഇത് നമ്മുടെ ലൈഫിൽ എന്ത് നെഗറ്റീവ് നടന്നാലും അതിന് എന്താണെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല അതിന് നമുക്ക് എന്താ പറയുക ആ ഓരോ നെഗറ്റീവിനും എന്തുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നു എന്നുള്ളത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക അവേക്കനിങ് തന്നെ ആയിട്ട് മാറും ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഓക്കെ, മീറ്റിംഗ് വിത്ത് എ സ്ട്രേഞ്ചർ കുഡ് ബി ആൻ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് 7 ഡേയ്സിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളിനെ നിങ്ങൾ മീറ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത് കിട്ടുന്നൊരു എനർജി. സ്ട്രോങ് ഇമോഷൻ, പാഷനേറ്റ് ലവ് ഓർ ഹേറ്റ്. എനിക്കെന്തോ സ്ട്രോങ് ഇമോഷൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾ ഈ വീക്കിൽ എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളത്. ഓപ്പർച്യൂണിറ്റി ഓർ വിൻഫോൾ. വാവ്, ഡെഫിനറ്റ്ലി സം ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുക. അത് ട്രസ്റ്റ് ചെയ്യുക. കാരണം ഈ ഓപ്പർച്യൂണിറ്റി ഐ എം ക്ലെയിമിങ് ദിസ് ഓപ്പർച്യൂണിറ്റി ഓർ വിൻഫോൾ. ഐ ആം ക്ലെയിമിങ് ദിസ് ഓപ്പർച്യൂണിറ്റി ഓർ വിൻഫോൾ. ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യണേ. ആ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വിൻഫോളാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. സോ ആ ഒരു വിൻഫോൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്യുക നെക്സ്റ്റ് 7 ഡേയ്സിൽ. അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എന്തോ എനിക്ക് ഇതിനകത്ത് നിന്നും കൂടി ഇത് അടുത്ത സെറ്റാണ്, അതിനകത്ത് നിന്നും കൂടി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാർഡ്സ് എടുക്കാൻ ഫീൽ ചെയ്യുന്നുണ്ട്. സോ സ്പിരിറ്റ് നെക്സ്റ്റ് 7 ഡേയ്സ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പർട്ടിക്കുലർലി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ നെക്സ്റ്റ് 7 ഡേയ്സ്? ഓൾറൈറ്റ്, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു. ഓക്കെ, ഞാൻ ഇതും കൂടെ അമ്മേ ഇത്രയും വേണ്ട സ്പിരിറ്റ്. അടിപൊളി. വാവ്, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു. കരിയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ ഡെഫിനറ്റ്ലി ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് 7 ഡേയ്സിനകത്ത്. അത് സം ഓഫ് യു ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ നെക്സ്റ്റ് 7 ഡേയ്സിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാം. ഷെയർ ഫിൽ someone new is entering your life. നമ്മൾ someone സ്ട്രേഞ്ചറായിട്ടുള്ള മീറ്റിംഗ് ഇവിടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ ആൾ നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യും എന്നുള്ളതിൻ്റെ വേറൊരു കൺഫർമേഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ആർ വെയിറ്റിംഗ് ഫോർ യു. ഓപ്പർച്യൂണിറ്റിയുടെ 2 കാർഡാണ് നെക്സ്റ്റ് 7 ഡേയ്സിൽ. ക്ലെയിം ചെയ്യട്ടാ, ഒന്നും എനിക്ക് പറയാനില്ല, ക്ലെയിം ചെയ്യുക. ഐ ആം ക്ലെയിമിങ് ദിസ് ഓപ്പർച്യൂണിറ്റി ഇൻ മൈ ലൈഫ്. ഓക്കെ, എൻവോൾവ്മെൻറ്റ് വിത്ത് ദ ലോ. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് 7 ഡേയ്സിനകത്ത് അതിനകത്തുള്ള
ഒരു എന്താണ് ഹിയറിങ്ങോ അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു ക്ലാരിറ്റിയോ എന്തെങ്കിലും കിട്ടാനുള്ള എനർജീസിനകത്ത് കാണുന്നുണ്ട്. ഒബ്സ്റ്റക്കിൾസ് ടു ഓവർകം ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് 7 ഡേയ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഓവർകം ചെയ്യുന്നു എന്നുള്ളൊരു എനർജിയും കൂടി എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഗൈഡൻസ് ഉണ്ടോ എന്ന് നോക്കാം. സ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത് നെക്സ്റ്റ് 7 ഡേയ്സിലത്തേക്ക് ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പർട്ടിക്കുലർ ഗൈഡൻസ് ഉണ്ടോ? ഓക്കെ, എസ് ഒന്നോ കാർഡാ. അതെ, ഗൈഡൻസിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എസ് ഒന്നോ ആണ്. എന്തെങ്കിലും ഒരു എസ് ഒന്നോ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ചോളണേ. നിങ്ങൾക്ക് ഫൈനൽ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എസ് ഒന്നോ കൂടെ ഉള്ള ഒരു ഏഞ്ചൽ ആൻസേഴ്സിൻ്റെ ഡെക്കാണ്. ഓട്ടോമാറ്റിക്കലി വന്നാണ് ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങൾ എന്തെങ്കിലും പർട്ടിക്കുലർലി ചെയ്യുന്നുണ്ടെങ്കിലേ അത് സ്റ്റോപ്പ് ചെയ്യണ്ട, അത് കണ്ടിന്യൂ ചെയ്യും. അത് റിസൾട്ട് വരുമോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കൂടുതൽ വെറീഡ് ആവണ്ട. നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ആഗ്രഹമുള്ളത്, അതിന് റിസൾട്ട് കിട്ടുമോ ഇല്ല കൂടുതലൊന്നും ആലോചിക്കണ്ട, ചെയ്യുക. ഓക്കെ, ഡോണ്ട് സ്റ്റോപ്പിൻ്റെ ആ കാർഡാണ് വന്നിരിക്കുന്നത്. ഇനി പർട്ടിക്കുലർലി ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ചിലർക്ക് ഈ പറഞ്ഞ സംഭവം കണ്ടിന്യൂ ചെയ്യാൻ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു ബാക്ക് ആൻഡ് ഫോർത്ത് എനർജി എന്നാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ചിലർക്ക് ഈ പറഞ്ഞ നമ്മൾ പറയുക ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ട്രാപ്പായി പോകാറുണ്ട്. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ പോലെ ആൻസേഴ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലർക്ക് പുതിയൊരു ഡയറക്ഷൻ നെക്സ്റ്റ് 7 ഡേയ്സിനകത്ത്, കാരണം ഇവിടെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളൊരു പുതിയ ഡയറക്ഷൻ ചൂസ് ചെയ്യുന്നു, നിങ്ങളൊരു പുതിയ പാത്തിലേക്ക് പോകുന്നു. ചിലർക്ക് ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഇവിടെ നെക്സ്റ്റ് 7 ഡേയ്സിനകത്തേക്ക് നമുക്ക് ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഷീ ഈസ് ഹൈലി കണക്റ്റഡ്. പിന്നെ അതുപോലെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പുള്ളിക്കാരത്തേക്ക് ഒരു വലിയ വിഷയമേ അല്ല. എന്തെങ്കിലും പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഐ ഗോട്ട് ഇസ് ലൈക്ക് നോ. ഞാൻ എന്തായാലും എസ് ഒന്നും കൂടി ചെയ്യാം കേട്ടോ. കാരണം ഇവിടെ നോ ആൻസർ കിട്ടിയോണ്ട് ചില കാര്യങ്ങൾക്ക് നമുക്ക് നോ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് നോ ആൻസർ കിട്ടുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവും, അതിൻ്റേതായ ഒരു പർപ്പസും ഉണ്ടാവും. എനിക്ക് ഓക്കെ, ഞാൻ എന്താണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ലൈക്ക് ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഞാൻ തേടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം എല്ലാം ആയി. എനിക്ക് ഈ പറഞ്ഞ പോലെ സ്പെയിനിലെ ഒരാളുമായിട്ടായിരുന്നു എനിക്ക് ലാസ്റ്റ് ഫൈനൽ ഇൻ്റർവ്യൂ. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പം അവിടെ നിന്ന് HR പറഞ്ഞു ലൈക്ക് നെക്സ്റ്റ് 10 ഡേയ്സ് അവർക്ക് ഈ പറഞ്ഞ പോലെ ഹോളിഡേ ആണ്. ആ 10 ഡേയ്സ് അതൊരു ക്രിസ്മസ് എൻഡിലൂടെ ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ അറിയിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോഴത്തേനും ഓഫർ ലെറ്റർ വരും, കാരണം ഓൾറെഡി ആ ഡിസ്കഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ലൈക്ക് കൊള്ളാമല്ലോ, എന്തായാലും നെക്സ്റ്റ് ഇയർ എനിക്കൊരു സൂപ്പർ എന്താ പറയുക എക്സ്പീരിയൻസ് ആണ് വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് 10 ഡേയ്സ് എന്ന് പറഞ്ഞു. 10 ഡേയ്സ് കഴിഞ്ഞു, 12 ഡേയ്സ്, 14, 15, 17, 20 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. ലൈക്ക് എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്നറിയാൻ. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ലൈക്ക് അവർ ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഹോൾഡ് ചെയ്തേക്കാണ്, ഇപ്പോൾ ആരെയും എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ആക്ച്വലി എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ലൈക്ക് ഈശ്വരൻ, ഞാൻ ഇത്രയും എത്തിയിട്ട് ഫൈനലി എനിക്ക് ആ ഒരു ഓഫർ ലെറ്റർ കൈ കിട്ടുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. ലൈക്ക് വേറെ ഒന്നും അതിൻ്റെ ഇടയിൽ തടസ്സങ്ങളൊന്നും വരേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയും സെറ്റായിട്ട് ഇരുന്ന സാധനം കിട്ടിയില്ല. പക്ഷേ അന്ന് അത് കിട്ടാത്തപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഡൗൺ ആയിരുന്നു, ഇല്ലയെന്നല്ല. പക്ഷേ അതിനുശേഷം ഒരു 5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ടാരോ റീഡിങ്സ് കുറച്ച് നല്ല രീതിയിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റെ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ പേഴ്സണൽ റീഡിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ എനിക്ക് ഓപ്പണപ്പായി വന്നത്. അപ്പം പിന്നെ ഈ പറഞ്ഞില്ലേ, ഈ ഒരു 5 മാസം കഴിഞ്ഞ് എനിക്ക് ഈ ഒരു ടാരോ റീഡിങ്സ് ഞാൻ എൻ്റെ ലൈഫ് പർപ്പസുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു കാര്യം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, അന്ന് എനിക്ക് ആ ജോബ് കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ടാരോ ആട്ടോ അല്ലെങ്കിൽ കാരണം നമ്മളിപ്പം അത്യാവശ്യം അന്ന് അത് അത്യാവശ്യം നല്ലൊരു പൊസിഷനായിരുന്നു ആ പർട്ടിക്കുലർ ജോബിൽ.
എനിക്ക് കിട്ടാൻ പോയത് നല്ലൊരു പൊസിഷനായിരുന്നു. അസിസ്റ്റൻറ്റ് മാനേജർ ലെവലിലുള്ള ഒരു പൊസിഷനാണ്. അവർ പറഞ്ഞു അത്യാവശ്യം പണിയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പം അതാകുമ്പോൾ ഒരിക്കലും എനിക്ക് ഈ ടാരോ റീഡിങ്സോ അതിനുള്ള എനർജി ഉണ്ടാവില്ല. ഇതൊക്കെ എനർജിയാണല്ലോ, എനിക്ക് എനർജി റീഡ് ചെയ്യണമെങ്കിലും എനിക്കൊരു എനർജി വേണം അല്ലേ. അപ്പം അതന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കിട്ടാതിരുന്നതിൻ്റെ റീസൺ പിന്നെ എനിക്കത് മനസ്സിലായി. പിന്നെ ഇപ്പോൾ സ്വപ്നം ഞാൻ എങ്ങനെയാണ് ഹാപ്പിയാണെന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം പോയില്ല എന്നുണ്ടെങ്കിലും ദൈവം ഒരു കാര്യം വിചാരിക്കുന്നുണ്ടാവും, അങ്ങ് വിട്ടുകൊടുക്കുക. ചില സമയത്ത് നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ്, നമ്മൾ സറണ്ടർ ചെയ്യുമ്പോഴാണ് സീരിയസ്ലി നമ്മുടെ ലൈഫിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു മിറക്കിൾ എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക. എനിക്ക് ഈ കാര്യങ്ങൾ ഓരോന്നും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ലാസ്റ്റ് 4 years ആയിട്ട് ഈ പറഞ്ഞ പോലെ ടാരോ റീഡിങ്സ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ആക്ച്വലി ഇത്രയെങ്കിലും സ്ട്രോങ് ആയിട്ട് വരികയും ഈ പറഞ്ഞ പോലെ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞാൻ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേയൊക്കെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല. നിങ്ങളോട് ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ മറ്റേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ എന്ത് പറയും, ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനോ അങ്ങനെ നിങ്ങളെങ്ങനെ എന്നെ ജഡ്ജ് ചെയ്യും എനിക്കത് പ്രശ്നമില്ല. കാര്യം സ്പിരിറ്റ് എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് എൻ്റെ കളക്റ്റീവാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ സോൾ ഫാമിലിയാണ്. അവരെന്നെ എന്ത് ജഡ്ജ് ചെയ്യാനെന്ന് ചോദിക്കുമ്പം സ്പിരിറ്റ് ചോദിക്കുമ്പം പിന്നെ എനിക്ക് ശരിയാ, എന്നെ എന്ത് ജഡ്ജ് ചെയ്യാനും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് ഞാൻ കൊണ്ടുവരാൻ ട്രൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ എനർജി ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സ്പിരിച്വൽ പാത്തെന്ന് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ സ്പിരിറ്റിൻ്റെ മീഡിയമായിട്ട് നിൽക്കാൻ വന്ന ആൾ മാത്രമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ എനർജി റീഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ക്യാൻഡിൽസ് അണച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കർമ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിറ്റാച്ച് ചെയ്യാണ്. പിന്നെ എനിക്കിതിൻ്റെ കർമ്മയുടെ റിസൾട്ട്സ് ഒന്നും വേണ്ട. ഇത് ഞാൻ എൻ്റെ സ്പിരിറ്റ് ഗൈഡ്സുമായിട്ടുള്ളൊരു ഡീലാണ്. അവർക്ക് എന്തായാലും നിങ്ങളുടെ അടുത്ത് വന്ന് ഇന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാനൊന്നും പറ്റില്ല. അപ്പോൾ എന്നെ അതിൻ്റെ ഒരു മീഡിയം ആക്കി വെച്ചിട്ടുണ്ട്. ആ മീഡിയംഷിപ്പ് ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്ത് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത്തിരി ഇൻഡെപ്ത് പോകണം വിചാരിച്ചില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നോ എന്ന് പറയുന്ന ഈ നോയുടെ ആൻസർ വന്നപ്പോൾ എനിക്ക് ആ എക്സ്പീരിയൻസാണ് പറയേണ്ടി വന്നത്. കാരണം ചില സമയത്ത് നമുക്ക് ആ ഒരു ചില ഡോർ നമ്മുടെ മുന്നിൽ ക്ലോസ് ആവുക തന്നെ വേണം. എന്നാൽ മാത്രമേ അത്രയും നമ്മൾ ആഗ്രഹിച്ച ഒരു ഡോർ നമുക്ക് വേണ്ടി ദൈവം തുറന്നു തരുള്ളൂ. തുറന്നു തരുമെന്ന് മാത്രമല്ല, അതിന് വേണ്ടിയിട്ടാണ് ആ ഡോർ ആക്ച്വലി അടയുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമുക്ക്, കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന പോലെ ഒരു ഡോറ് തന്നെയാണ് എനിക്ക് പിന്നെ ഓപ്പണായി വന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ് സ്പിരിറ്റ് ഗൈഡ്സിനടുത്ത്. സോറി, കുറച്ച് നീണ്ടുപോയി. ഓൾറൈറ്റ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് 7 days കുറച്ച് ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ളത്. നെക്സ്റ്റ് 7 days മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് പ്രാർത്ഥിക്കുക. മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. മെഡിറ്റേഷൻ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനിൽ ആൻസേഴ്സ് കിട്ടുന്ന ഒരു 7 days ആയിരിക്കും. കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു 7 days എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് 7 days. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.